വിജയ് ആൻ്റണി നായകനായി അഭിനയിച്ച മാർഗൻ മൂവിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ സിനിമ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെട്ട സിനിമയാണ്. ഇതിൻ്റെ ടീസറൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത്. പിന്നെ വിജയ് ആൻ്റണിയുടെ സിനിമകൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. കക്ഷി ഹീറോ ആയിട്ട് വരുന്ന സിനിമകളൊക്കെ തന്നെ നല്ല ആക്ഷൻ ഉണ്ടാവും, അതേപോലെ നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ തോന്നും. പുള്ളിയുടെ മുഖത്തുള്ള ഭാവങ്ങളൊക്കെ വല്ലാത്ത ഭാവങ്ങളൊന്നും കക്ഷി കാണിക്കാറില്ല. അതായത് ഭയങ്കരമായ സെൻറ്റിമെൻറ്റ്സ്, അതേപോലെ ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിന് പൊതുവേ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും സിനിമ നന്നായിരിക്കും, നല്ല ആക്ഷൻ ഉണ്ടാവും, അതിൻ്റെ കഥയൊക്കെ നന്നായിരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഇതിൽ വിജയ് ആൻ്റണി എവിടെയാണ് ഹീറോ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിൽ ഹീറോ റോളാണെന്ന് തന്നെയാണ് ഈ സിനിമയിൽ തുടക്കത്തിൽ കാണിക്കുന്നത്. എന്ത് ഹീറോ? അങ്ങേര് ഇതിൽ എന്ത് ചെയ്യുന്നു? ഒരു ചുക്കും അങ്ങേര് ഇതിൽ ചെയ്യുന്നില്ല. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഈ സിനിമയുടെ കഥ, അതേപോലെ എഡിറ്റിങ്, ഡയറക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ലിയോ ജോൺ പോളാണ്. താങ്കൾ ഇതിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് ഈ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഭാഗമൊക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നെ സിനിമയുടെ ഗതി തന്നെ അങ്ങോട്ട് മാറി. സിനിമ അതിൻ്റെ പ്രധാന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ട്രാക്ക് മാറി എങ്ങോട്ടോ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ? ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷേ വിജയ് ആൻ്റണി ഈ സിനിമയിൽ ഈ കഥയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പോരാ. ആക്ഷനൊന്നും ഈ സിനിമയിൽ അങ്ങനെ ഇല്ല. വിജയ് ആൻ്റണിയുടേതായ കാര്യങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല. പിന്നെയും ഇതിൽ വേറൊരു കഥാപാത്രമുണ്ട്, തമിഴ് അറിവ് പറയുന്നത്. അയാളുടെ ശരിക്കുള്ള പേര് അജയ് ദിശാനാന്ന് തോന്നുന്നു. അപ്പോൾ അജയ് ദിശാൻ്റെ തമിഴറിവ് കഥാപാത്രം പിന്നെയും വിജയ് ആൻ്റണീനെക്കായാലും നന്നായിട്ടുണ്ട്, കക്ഷിക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ കക്ഷിയുടെ കഥാപാത്രമോ, ആ ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ ക്രൈം കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഓക്കെ, എങ്ങനെ തെളിയിക്കുന്നു? വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കുത്തിയിരുന്ന് എന്തൊക്കെ ആലോചിച്ച്, പിന്നെ അമാനുഷികമായ ഒരു കഴിവിൽ ആ സംഭവിച്ച സ്ഥലത്തേക്ക് ഈ അമാനുഷികമായ ആത്മാവ് ചെന്ന് പ്രതിയുടെ പുറകെ എന്തൊക്കെ കാണിച്ചു കൂട്ടി. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് ലിയോ ജോൺ പോൾ? സുഖമില്ല കേട്ടോ. എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല. എനിക്ക് ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടമാണ്. ഞാൻ അവസാനമായിട്ട് കണ്ട സിനിമ 11 മൂവിയാണ്. അതിൻ്റെ തിരക്കഥ, അതിൻ്റെ കഥ, അതിലെ ഹീറോ, അതിലെ സംഭവങ്ങൾ, എന്തുമാതിരി ഒരു അടിപൊളി പടമായിരുന്നു അത്. അവസാനം ഒരു ഷോക്ക് സസ്പെൻസൊക്കെ ആ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കുന്ത്രാണ്ടവും ഇല്ല. ഇത് അവസാനമാകുമ്പോഴേക്കും തിരിച്ച് ആ ട്രാക്കൊക്കെ ഇതിലേക്ക് തിരിഞ്ഞു വന്ന് കഥയിലേക്ക് തന്നെ വന്ന് അവസാനിക്കുന്നുണ്ട്. അവസാനത്തെ വില്ലനെ കാണിക്കുമ്പോൾ ഉള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമ ഒരു ഫുള്ള് ലാഗായിട്ടാണ് പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഥ ഒന്ന് നന്നായിട്ട് എഴുതുക, അല്ലെങ്കിൽ എഴുതാൻ അറിയുന്ന ആളെ വെച്ച് എഴുതി നല്ല രീതിയിലുള്ള ത്രില്ലർ മൂവികൾ എടുക്കുക. അതും വിജയ് ആൻ്റണിയെ പോലെയുള്ള ആളുകളെയൊക്കെ വെച്ച്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ വിജയ് ആൻ്റണി തന്നെയാണ് കേട്ടോ. അങ്ങേരുടെ കൂടെ ഉള്ള ആളുടെ പേരും ഒരു ലേഡിയാണ്, അവരുടെ പേരും വിജയ് ആൻ്റണിയിൽ അവസാനിക്കുന്നത്. അവർ വിജയ് ആൻ്റണിയുടെ ആരോ ആണ്. ഓക്കെ, ഇവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിജയ് ആൻ്റണി എന്താലോചിച്ചാൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങേര് ഒരു സിനിമ എടുക്കുമ്പോൾ അങ്ങേര് നായകനായി അഭിനയിക്കുന്ന സിനിമകളെക്കാളും ഒരു പടി മേലെ ഉള്ള ഒരു കഥയുമായിട്ട് അദ്ദേഹം ചെയ്യണ്ടേ. അപ്പോഴല്ലേ ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള മെച്ചം ഉണ്ടാവുള്ളൂ. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ പോരാ. ഇനിയെങ്കിലും അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകൾ, ആ പിച്ചക്കാരൻ മൂവി, അതേപോലെ കുറേ പഴയ മൂവികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമകളാണ്, എനിക്കിഷ്ടമായിട്ടുണ്ട്. അതേപോലെ അങ്ങേരുടെ സോങ് ഒക്കെ, അങ്ങേര് സോങ്ങിൻ്റെ ആളാണല്ലോ, നല്ല സോങ്ങുകൾ ഇറക്കും. അതൊക്കെ ചെയ്താലും മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. എന്തായാലും ഇനി മുതൽ നല്ല സിനിമകൾ അദ്ദേഹം നായകനായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.